നമുക്ക് ഈ വീട്ടിലൊരു ബാൽക്കണി കാണാൻ കേട്ടോ, വലിയൊരു ബാൽക്കണി. ഫ്രണ്ട് സൈഡിൽ തന്നെ കാണാനുള്ള ഒരു വലിയ ബാൽക്കണി. വാ, ഒരു ലൂപ്പിൽ പെട്ട പോലെ തോന്നും താഴോട്ട് നോക്കുമ്പോൾ അല്ലേ. ഈ 2 ജനലങ്ങ് തുറന്നു കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ, ഈ 2 ബെഡ്റൂമും ഒന്നായി തിരികെയാണ് സുഹൃത്തുക്കളെ. തൊട്ടിപ്പുറത്ത് നമ്മുടെ സെക്കൻഡ് കിച്ചൺ, അതുപോലൊരു വാതില് കൊടുത്തിട്ട് അതും അതേ ഒരു തീമിലാണ്. അപ്പൊ ഇതൊരു ഫോർമൽ ലിവിംഗ് ആകുമ്പോൾ അവിടെ വരുന്ന ഒരു ഫാമിലി ലിവിംഗ് ആണ്. തൊട്ടപ്പുറം കാണുന്ന ഫാമിലി ലിവിംഗ് ആണ്. നമ്മൾ താഴെ കണ്ടിട്ടുള്ള 2 ബെഡ്റൂമിന്റെ ഇടയിലുള്ള ആ കോർട്ട്യാർഡ് സ്പേസിലേക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. 3 ബെഡ്റൂമിൽ നിന്നും അങ്ങോട്ടേക്ക് ആക്സസ് ഉണ്ട്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിൻ, പിഞ്ചു. നമ്മളവിടെ പിഞ്ചു ചാവക്കാട് ഗുരുവായൂരിനടുത്താണ്. അവിടെ നമ്മുടെ പുറകിൽ കണ്ടോ ഒരു TP വില്ല എന്ന് പേരുള്ള ഒരു അടിപൊളി വലിയ വീടാണ് അല്ലേ മിഞ്ചു? അതെ, ഒരു നിയോ ക്ലാസിക്കൽ സ്റ്റൈൽ പണിതിട്ടുള്ള ഒരു വീടാണ്. ഒരു മിൽക്കി വൈറ്റ് തീമിൽ പണിതിട്ടുള്ള ഒരു വീടാണ്. വലിയൊരു വീട്. ഒരു വൈറ്റ് ഹൗസ് വേണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് ഒരു പ്യൂർ വൈറ്റ് ആക്കാതെ ഒരു മിൽക്കി വൈറ്റ് തീമിലേക്ക് മാറ്റിയെടുത്തിട്ടുള്ള ഒരു 7000 സ്ക്വയർ ഫീറ്റോളം വരുന്ന 5 ബെഡ്റൂം ഉൾപ്പെടുന്ന ഒരു ഗംഭീര വീടാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അല്ലേ. വലിയൊരു കോമ്പൗണ്ട് ഉണ്ട്, നല്ല ലാൻഡ്സ്കേപ്പ് ഉണ്ട്. നമുക്ക് വീടിന്റെ ഉള്ളിലെ കാഴ്ചകളും കാണാം, പുറത്തെ വിശേഷങ്ങളും പറയാം അല്ലേ. വാ, കമോൺ പരിപാടി. 2 പേര് നമ്മുടെ കൂടെ ഉണ്ട്, സുമയ്യ ആൻഡ് സാലി അല്ലേ. നമസ്കാരം. ഇത് ഇവരുടെ വീടല്ല അല്ലേ, നിങ്ങളാണ് ഈ വീടിന്റെ ആർക്കിടെക്ചർ, ഡിസൈനിങ്, കൺസൾട്ടിങ് ചെയ്തിട്ടുള്ളത് എല്ലാം വന്നിരിക്കുന്നത്. അപ്പൊ ഒരുപാട് കപ്പിൾസ് നമ്മുടെ കൂടെ ഇതുപോലെ വ്ളോഗിന് വരുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ഫേമും ഒരുമിച്ച് പേരൊക്കെ തന്നെ അല്ലേ. സുമയ്യ സാലിഹാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അതെ അല്ലേ. ഈ വീടിന്റെ മറ്റു വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് അതൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ കൺസ്ട്രക്ഷൻ പാർട്ട് ഒരു ടീമാണ് ചെയ്തിട്ടുള്ളത്. ഇന്റീരിയർ നമ്മളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. വലിയൊരു ടീം ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ ഈ വീടിന്റെ ഫീച്ചർ, അതായത് ഇവിടെയുള്ള ക്ലയൻസിനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു പ്യൂർ വൈറ്റ് ഹൗസ് ആയിരുന്നു പുള്ളിയുടെ ഒരു ആഗ്രഹം. അപ്പോൾ അത് നമ്മൾ പ്യൂർ വൈറ്റ് എന്നുള്ളത് മാറ്റി ചെറിയൊരു ടിന്റ് കൊണ്ടുവന്ന് അതിനൊരു മിൽക്കി വൈറ്റ് ഒരു വൈറ്റ് ഹൗസ് എന്നുള്ള ഫീൽ തന്നെ കിട്ടുന്ന നല്ല സ്കെയിലുള്ള ഒരു ക്ലാസിക് നിയോ ക്ലാസിക്കൽ തീമിലുള്ള ഒരു വീടാണ് ഡിസൈൻ ചെയ്തത്. ഒരു ടൈംലെസ് പീസ് ആണ്. ഇത് എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു ലുക്ക്, എലഗൻസ് പോകരുത്, ഒരു ക്ലാസിക്കൽ സ്റ്റൈലിൽ നിലനിന്നോളെന്നുള്ള തീമിൽ തന്നെയാണ്. സാധാരണ ഈ വൈറ്റ് ഹൗസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്തരം പില്ലറുകളാണ് അല്ലെ, വലിയ പില്ലറുകൾ. ഈ പില്ലർ എന്താ പറയുന്നത്? ഇതിന് കൊറിയന്ത്യൻ പില്ലർ എന്നാണ് പറയുന്നത്. കൊറിയന്ത്യൻ പില്ലറുകൾ അല്ലെ. അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്റ്റൈല് പഴയ ബിൽഡിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അത് അന്നേ തുടങ്ങിയിട്ടുള്ള ഒരു ഡിസൈൻ എലമെന്റ് ആണ് അത്. ഒന്നാമത്തെ കാര്യം അതിന്റെ വലിപ്പമാണ്, അതിന്റെ വലുപ്പം, ആ സ്കെയിലും അതുപോലെ തന്നെ മേലെയുള്ള ആ ഒരു ക്യാപിറ്റലും ഒക്കെയാണ് അതിന്റെ. പിന്നെ അതുപോലെ തന്നെ ബാൽക്കണി സൈഡിൽ വന്നിരിക്കുന്ന ആ ഒരു ഏരിയയിലെ ഗ്രില്ല് പാറ്റേൺ, അതൊക്കെ ഈ ഒരു സ്റ്റൈല്, ക്ലാസിക്കൽ സ്റ്റൈൽ, അതെ തീമാണ്. ആ ഒരു ക്ലാസിക്കൽ തീമാണ് കംപ്ലീറ്റ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഓക്കെ ഫൈൻ. കളേഴ്സ് ആണെങ്കിലും നമ്മൾ അധികം കളേഴ്സ് ആഡ് ചെയ്തിട്ടില്ല. ചെറിയ വുഡൻ എലമെന്റ്സ് മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം വൈറ്റിലേക്ക് തന്നെ. ആ വുഡൻ എലമെന്റ്സ് കൂടുതൽ വന്നിരിക്കും വീടിന്റെ ഇന്റീരിയർ പാർട്ടിലാണ്. ഇന്റീരിയർ പാർട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് പക്ക ക്ലാസിക് എന്നല്ല, ക്ലാസിക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തീമിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വെച്ചിരിക്കുന്ന കുറെ ലൈറ്റുകൾ, ഇത് നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു തീമിൽ നമുക്ക് ലക്ഷറി ഒരു ഫീൽ കിട്ടാനായിട്ട് ബ്രാസ് ഫിനിഷിലുള്ള ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് വീടിന്റെ ഒരു എക്സ്റ്റീരിയർ ഭാഗം വരുന്നത്. കയറി വരുമ്പോൾ തന്നെ ആ സ്റ്റെപ്പ് നീളത്തിലുള്ള ഒരു 6 സ്റ്റെപ്പുകൾ വരുന്നുണ്ട് അല്ലേ. അതെ, 5 സ്റ്റെപ്പുകളാണുള്ളത് നീളത്തിൽ. ഒക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈവനിങ് ആംബിയൻസ് വീടിന്റെ എടുത്ത് പറയേണ്ട ഒരു സംഗതി ആയിരിക്കും. പിന്നെ ഇതിന്റെ സ്റ്റെപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നതാണെങ്കിലും ടൈലും നോർമലി നമ്മളെല്ലാവരും ഗ്രാനൈറ്റ്സ് ആണ് യൂസ് ചെയ്യുക. ഇതിപ്പോ നമ്മള് ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നോർമൽ ടൈലാണ്. ഇത് സ്ലാബിന് ഉപയോഗിക്കുന്ന 15 mm തിക്നെസ് ഉള്ള ടൈൽ തന്നെയാണ്. എല്ലാം കുറച്ച് ഗ്രാൻഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോർമൽ വീട് ചെയ്യുന്നത് വിട്ട് നമ്മളെല്ലാം ഒരു സ്കെയിൽ കൂടിയ ഒരു ഫീച്ചറിലാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ അത് ഈവൻ എന്ത് മെഷർമെന്റ് ആണെങ്കിലും നോക്കി കഴിഞ്ഞാൽ ഹൈറ്റ് ആണെങ്കിലും വിഡ്ത്ത് ആണെങ്കിലും എല്ലാം ഒന്നും കൂടെ ഒന്ന് സ്കെയില് തോന്നുന്ന രീതിയിലാണ് എല്ലാം. അതുകൊണ്ടാണ് രാജകീയ പ്രൗഢി തോന്നുന്നത്. അതാ ഈ ഒരു ടൈപ്പ് ഓഫ് വീടുകൾക്ക് അങ്ങനെ വേണം, എന്നാലും നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ. വലിയൊരു സിറ്റ് ഔട്ട് സ്പേസ് ആണ്, സിറ്റ് ഔട്ട് സ്പേസ് ആണ്. നമ്മൾ ഇതിന്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സിമിട്രിയാണ്. ഇപ്പൊ ഇങ്ങനത്തെ ഡിസൈൻസിന്റെ സിമിട്രി എന്ന് പറയുന്നത് ഒരേ സ്കെയിൽ തന്നെ ആയിരിക്കും. ഒരു സെന്ററിൽ ഒരു പോർഷൻ ഉണ്ടാവും, അതിന്റെ അതേ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒരേ ഡിസൈൻസ് ആയിരിക്കും. ആ ഒരു സിമിട്രി ബാലൻസ് ചെയ്ത് പോകും. അതാണ്. അപ്പൊ ഇപ്പൊ ഇതിന്റെ എല്ലാ ഡിസൈൻസ് നോക്കി കഴിഞ്ഞാലും ഇപ്പൊ സെന്ററിൽ ഒരു പോർഷൻ ആണെങ്കിൽ 2 സൈഡിലും സിമിട്രി ആയിരിക്കും. ഒരു യൂണിഫോം ഉണ്ടാവും 2 സൈഡിലും. സിറ്റ് ഔട്ട് നമ്മൾ കുറച്ച് വുഡൻ പാർട്ടുകൾ കണ്ടുകൂടെ കാണാം. സീലിംഗിൽ കൊടുത്തിട്ടുണ്ട്. സീലിംഗിൽ കുറച്ച് വുഡൻ എലമെന്റ് കൊടുത്തിട്ടുണ്ട്. അത് മിനിമൽ ആയിട്ടുള്ള വുഡൻ എലമെന്റ് കൊടുത്തിട്ടുണ്ട്. അത്
ഒരു വുഡൻ എലമെന്റ് ആണ് നമ്മൾ, അതായത് ഒരു കളർ ഷെയ്ഡേ കൊടുത്തിട്ടുള്ളൂ. ആ കളർ ഷെയ്ഡ് തന്നെയാണ് ത്രൂ ഔട്ട് വീട് കംപ്ലീറ്റ്. ആ ഒരു വുഡിന്റെ ഒരൊറ്റ ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ കിച്ചൺ ഒക്കെ ടോപ്പിൽ ഉപയോഗിക്കുന്ന സ്ലാബ് ഉണ്ടല്ലോ, ആ സ്ലാബാണ് നമ്മൾ ഈ ഒരു ഡിസൈനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഗ്ലോസി ഉണ്ട്, അതൊരു സെമി ഗ്ലോസി ഉള്ള ഒരു ഫീൽ ആണ് അത്. അപ്പം ഇനി നമുക്ക് വലിയ വീടിനുള്ളിൽ കയറാം അല്ലേ? ഓക്കെ, വലിയ ഒരു വാതിലും ഉണ്ട്. ആ വാതിലും ഈ വീടിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ അത് തുറന്ന ഉള്ളിലേക്ക് കയറി. ഫോർമൽ ലിവിങ് സ്പേസ്. യെസ്, ഫോർമൽ ലിവിങ് സ്പേസ് ക്ലയന്റിന്റെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു, അതല്ലെങ്കിൽ റിക്വയർമെന്റ് ആയിരുന്നു. കയറി വരുമ്പോഴുള്ള സ്പേസ് എന്ന് പറയുന്നത് ബെഡ്റൂംസ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത്രയും സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിലും ബെഡ്റൂംസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു നോർമൽ ബെഡ്റൂമിൻ്റെ സൈസാണ്. പക്ഷേ ലിവിങ് അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഒരു കോമൺ ഏരിയ എന്ന് പറയുന്നത് സ്പേഷ്യസ് ആവണം എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ നമ്മൾ അറ്റ് ദ സെയിം ടൈം നമുക്ക് അവർക്ക് പ്രൈവസിയും കൊടുക്കണം. സോ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ കയറി വരുമ്പോൾ നമുക്ക് വെൽക്കം ചെയ്യുന്ന ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ്. അതിലിപ്പോൾ ഒരു വലിയൊരു ഷാൻഡിലിയർ പ്രൈസ് ചെയ്തിട്ടുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ബാൽക്കണി സ്പേസ് ആണ്, അവിടുന്ന് ഇങ്ങോട്ട് നോക്കാം. അതെ അതെ അതെ, ഒരു ബാൽക്കണി സ്പേസ് ആണ്. ദെൻ മേലെ ഇതുപോലെ തന്നെ ഒരു ഏരിയ ലിവിംഗ് സ്പേസ് ഉണ്ട്. ഓക്കെ. ഇപ്പൊ പുതിയ ചില ഓപ്പൺ കൺസെപ്റ്റ് ഉള്ള വീടുകളുണ്ടല്ലോ, മീൻസ് എല്ലാം ഓപ്പൺ ആയിരിക്കും, കുറെ കൂടെ പാർട്ടീഷൻസ് കുറവായിരിക്കും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ എന്നും പറയാം, എന്നാൽ പാർട്ടീഷൻ ഉണ്ടെന്നും പറയാവുന്ന രീതിയിലാണ്. ഇപ്പൊ ഗ്ലാസ് ഇട്ട് ചെയ്തിട്ടുണ്ട്, പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഗ്ലാസ് പാർട്ടീഷൻ ഉണ്ട്, അറ്റ് ദ സെയിം ടൈം നമുക്ക് അവിടെ ബ്ലൈൻഡ്സ് ഉണ്ട്, ഓട്ടോമേറ്റഡ് ബ്ലൈൻഡ്സ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്തിടാം, അല്ലാത്ത ടൈമിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് അത് അവിടെ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഇതിലേക്ക് നമുക്ക് കോട്ടിയാടിലേക്കുള്ള വ്യൂ ഇവിടെ നിന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് ബ്ലൈൻഡ്സ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് ക്ലോസ് ചെയ്തിടാം. അപ്പൊ ഇതൊരു ഫോർമൽ ലിവിംഗ് ആകുമ്പോൾ അവിടെ വരുന്ന ഒരു ഫാമിലി ലിവിംഗ് ഇപ്പൊ നമ്മൾ ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ കാണുന്ന ഒരു വലിയ സ്കെയിലുള്ള മാർബിൾ ഫിനിഷുള്ള 2 ടൈലാണ്. ഓക്കെ, ഇത് ലിയോലി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ 3200 to 1200 വരുന്ന 2 ടൈൽ, 2 പീസാണ്. 2 പീസാണ്. താഴെ ഒരു കൺസോൾ ടേബിൾ വന്നിട്ടുണ്ട്. അത് നമ്മുടെ പുറകിൽ നോർമൽ തീമിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫ്ലോർ ഒക്കെ എന്താ വന്നിരിക്കുന്നത്? ഫ്ലോർ നോർമൽ ടൈൽസ് തന്നെയാണ്, അധികം എക്സ്പെൻസീവ് അല്ലാത്ത നോർമൽ ഒരു ടൈലാണ്. AGLന്റെ 6x4 ടൈലാണ് കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ആ തീം നമ്മൾ കീപ്പ് ചെയ്ത് ആ ഒരു മാർബിൾ ഫിനിഷ് വരുന്ന ആ ഒരു തീം ഇങ്ങനെ ഒരു മാറ്റ് ഫിനിഷിലാണ്. ഫിനിഷിലാണ് ഫാമിലി ലിവിംഗ് സ്പേസ്. നമ്മൾ അപ്പുറം കണ്ട ഫോർമൽ ലിവിംഗിന്റെ അതേ സൈസിൽ തന്നെ വരുന്ന ഒരു സ്പേസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ അതെ, അത്ര തന്നെ സ്പേസ് ഇതിലുണ്ട്. നേരത്തെ കണ്ടതുപോലെ ഒരു ടൈലിന്റെ ഒരു ലക്ഷറി ഫീൽ കിട്ടുന്ന കുറച്ച് ഗോൾഡൻ എലമെന്റ്സും ആ ഒരു ടൈലാണ്. ഇത് 2 ടൈൽ തന്നെയാണ്, 8x4 2 ടൈലാണ്. അതായത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അട്രാക്ഷൻ ഈ വോളാണ്, TV യൂണിറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. യെസ്. അപ്പൊ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് ഒരു ബെഡ്റൂം വന്നിട്ടുണ്ട്. അതിന് മുമ്പ് എനിക്ക് ബേ വിൻഡോ അത് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഇതൊരു കിച്ചൺ ടോപ്പ് ഒക്കെ ചെയ്യുന്ന അല്ലേ? വലിയൊരു ബേ വിൻഡോ ആണ്. അതിന് പുറത്ത് ഒരു ഡൈൻ ഔട്ട് സ്പേസ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന ഈ ഫാമിലി ലിവിംഗും ഈ ഡൈനിങ് സ്പേസും ഒരുമിച്ചാണ് വരുന്നത്. അതെ 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 അതെ, ഇതൊരു വലിയ ഹോൾ സ്പേസ് ആണ് വരുന്നത്. ഡൈനിങ്ങും ഫാമിലി ലിവിംഗും ഉണ്ട്. ഇത് നമ്മൾ ഇതിൽ തന്നെ സെയിം ടൈൽ തന്നെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഡിസൈൻ കൊണ്ടുവന്നത്. അതിങ്ങനെ വാളിലേക്ക് കയറി വരും. അതിന് മുകളിൽ ഒരു ക്ലാഡിംഗ് ഉണ്ട്. ഇതും ടൈൽ തന്നെയാണ്, ഇപ്പോൾ വരുന്ന സിംബോളോടെ ടൈൽ വരുന്ന ടൈൽ തന്നെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട്. പ്രകാശം കിട്ടാൻ ചില വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. പ്രോപ്പർ വെന്റിലേഷൻ ഉണ്ട്, എല്ലാ ഏരിയയിലും ഉണ്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിലാണെങ്കിലും അവിടെ ആണെങ്കിലും ഈവൻ നമുക്ക് ലൈറ്റ് ഇല്ലെങ്കിലും ഇതിന്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടാവുന്ന വെന്റിലേഷൻ ഒക്കെ. അത് ഈ ഒരു തീമിന്റെ പ്രത്യേകതയാണ് അല്ലേ? ഇപ്പൊ നമ്മൾ വുഡൻ പാർട്ടായിട്ട് വരുന്ന ചില സീലിംഗ് ചെറിയ പാട്ടുകൾ, അങ്ങനത്തെ വുഡൻ ചെറിയ ബീഡിങ്സ്, ആക്കി ഡ്രൈവ്സ്, അങ്ങനെയൊക്കെയാണ് വുഡന്റെ ചെറിയ എലമെന്റ്സ് കൊടുത്തിട്ടുള്ളത്. 10 സീറ്റർ ഡൈനിങ് ടേബിൾ ആണ്, 8x4 സൈസ് ആണ് വരുന്നത്. അതും ഈ ഫ്ലോറും ഒക്കെ അതെ, ആ ഒരു തീമൊക്കെ നമ്മൾ വേറെ, ഞാൻ പറഞ്ഞ നേരത്തെ വീണ്ടും പറയാണ്, വേറെ കോൺട്രാസ്റ്റുകൾ ഇതിലേക്ക് കൊണ്ടുവരണ്ടെന്നുള്ള ഒരു ഞങ്ങൾക്ക് ഡിസൈൻ ചെയ്യുമ്പോഴാണെങ്കിലും അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. ഇവിടെ നിന്ന് വരുന്നത് ഒരു പാൻട്രിയാണ്, ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടെ നമുക്ക് പുറത്തേക്കുള്ള വ്യൂ ഉണ്ട്. ഇവിടെ വലിയൊരു വിൻഡോ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അവിടേക്കുള്ള വ്യൂ ഒക്കെ ആയിട്ട്. ഇത് നോർമൽ കിച്ചണിൽ ഇപ്പോൾ വലിയ അത്യാവശ്യം നല്ലോണം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഓവൻ, അതിനുള്ള സ്റ്റോറേജിന് നമ്മൾ ഇവിടെ ഒരു പഞ്ഞം വരുത്തിയിട്ടില്ല, ഇൻബിൽട്ട് വന്നിരിക്കുകയാണ് അല്ലേ? തൊട്ടിപ്പുറത്ത് നമ്മുടെ സെക്കൻഡ് കിച്ചൺ, അതുപോലെ ഒരു വാതിൽ കൊടുത്തിട്ട് അതും അതേ ഒരു തീമിൽ തന്നെയാണ്. കുറെ അധികം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, സ്റ്റോറേജ് അത്യാവശ്യം നല്ലോണം സ്പേസ് ഉണ്ട്. ഇത് ഒരു വാക്കിംഗ് കിച്ചൺ ആണ്. ഓക്കെ, ഇതിലും സെയിം തീം തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. മൊസൈക് ടൈൽസ് അല്ലേ? മൊസൈക് ടൈൽസ് അതെ. അവിടെ ഗ്രേ ആണ് ടൈൽ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ബീജാണ്, അല്ലാണ്ട് ഒരു ന്യൂട്രൽ കളേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. മേലെ ഒരു സ്കൈലൈറ്റ് ഇതിന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡൈനിങ് സ്പേസിന് ഇപ്പുറത്താണ് സുമയ്യ എന്താ വരുന്നത്? ഇതൊരു പൗഡർ റൂം ആണ്. ഇത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു തീമാണ്. ഒരു വിൻറ്റേജ് ലുക്കിലാണ് ചെയ്തേക്കണേ. ടൈൽസ് ആണെങ്കിൽ കണ്ടോ, ഒരു വിക്ടോറിയൻ സ്റ്റൈൽ ടൈലും ബ്രാസ് ഫിനിഷിലുള്ള ലൈറ്റ്സും. ടാബ്സ് ആണെങ്കിലും ആ ഒരു തീമിനോട് പോകുന്ന പോലെ ബ്രാസ് ഫിനിഷിൽ തന്നെയുള്ള ടാബ്സും
ഒരു റോയൽ ടച്ച്. അതെ, റോയൽ ടച്ച്, ലക്ഷറി തീമിൽ തന്നെ ആ ഒരു ഫീൽ കിട്ടാൻ. ഓക്കെ ഓക്കെ. തൊട്ടപ്പുറത്തായിട്ട് നമുക്കൊരു വാഷ്റൂം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ വീട്ടില് ടോട്ടൽ 5 ബെഡ്റൂമാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് ശരിക്കും എന്ത് ബെഡ്റൂമാണ് സുമയ്യ? ഇത് ഒരു ഗസ്റ്റ് ബെഡ്റൂം ആണ്. ഗസ്റ്റ് ബെഡ്റൂം ആണ്. സിമ്പിൾ ആൻഡ് എലഗന്റ് തീം. അധികം കളേഴ്സ് ഒന്നുമില്ല, ന്യൂട്രൽ കളേഴ്സ് തന്നെ യൂസ് ചെയ്തേക്കുന്നത്. ത്രൂ ഔട്ട് നമ്മളെ വീടിന് ഈ സെയിം വുഡൻ ഷെയ്ഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ കബോർഡ്സ് നോക്കിയ വലിയൊരു ഗസ്റ്റ് റൂം ആണെങ്കിലും കബോർഡിന് യാതൊരു കുറവും വരുത്തിയിട്ടില്ല. മാക്സിമം സ്റ്റോറേജ് ആണ്. 5 ബെഡ്റൂം ഉള്ളതിനും എല്ലാം ഏകദേശം ഇതേ സൈസ് തന്നെയാണ്. ഈ ഗസ്റ്റ് റൂമിന് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വെറ്റേറിയൻ ഡ്രൈ ഏരിയയും തിരിച്ചിട്ട് നല്ല സ്റ്റാൻഡേർഡ് ഒരു ആഷ് കളർ തീമിൽ വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ബാത്റൂം. നമ്മൾ ഗസ്റ്റ് റൂം കണ്ടു. ബെഡ്റൂം കാണാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ആക്ച്വലി 3 ബെഡ്റൂമാണ്. ഒന്ന് ഗസ്റ്റ് ബെഡ്റൂം, ഒന്ന് ഗേൾസ് ബെഡ്റൂം, നമ്മളെ ഗസ്റ്റ് ബെഡ്റൂം. ഗേൾസ് ബെഡ്റൂം ഇതും സെയിം തീം തന്നെയാണ്. എല്ലാ ബെഡ്റൂംസും സെയിം തീം തന്നെയാണ്. പിന്നെ ചെറിയ എലമെന്റ്സ്, വാൾ പാനലിങ് അങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു വാക്കിൻ വാർഡ്രോബ് പോലെ ഒരു ഡ്രസ്സിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റ് വന്നിരിക്കുന്നത് അത്ര വലിയ ടോയ്ലറ്റുകളല്ല, മിനിമൽ ആയിട്ടുള്ള ആവശ്യത്തിനുള്ള ഒരു ടോയ്ലറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അത് എക്സ്ക്ലൂസീവ്ലി ക്ലയന്റിന്റെ റിക്വയർമെന്റ്. ഡ്രൈ ഏരിയ അതുപോലെ ബെഡ്റൂംസും നോക്കി കഴിഞ്ഞാൽ ഈ സ്കെയിലിനുള്ള ചിലപ്പോൾ 6000 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലിയ ബെഡ്റൂം ചിലപ്പോൾ പ്രതീക്ഷിക്കും. പക്ഷേ നോർമൽ സൈസ് ഉള്ള ഒരു ബെഡ്റൂം സൈസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ സ്പേസ് ഒക്കെ നിങ്ങൾ ലിവിംഗ് ഏരിയയിലേക്ക് ആ ഒരു കോമൺ ഏരിയയിലോട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ, ഇവിടെ ഒരു ചെറിയൊരു ഇന്ററാക്ഷൻ സ്പേസ് ആണ്. ശരിക്കും ഇതിനൊരു ബെഡ്റൂമിനൊരു അതിർത്തി ഇല്ലാതെ ബേവിൻഡോ വേണോ അതായി കോട്ടിയാട് നമുക്ക് യൂസ് ചെയ്യാം. ഡയറക്റ്റ് ഒരു കണക്ഷൻ വേണോ അങ്ങനെയായി. അത് മാസ്റ്റർ ബെഡ്റൂം ആണ്. മാസ്റ്റർ ബെഡ്റൂമിന്റെ വിൻഡോസ് ഇതുപോലെ തന്നെ തുറക്കാം. ശരിക്കും ഒരു എന്താ പറയാ യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറയാം. ഇവര് നന്നായിട്ട് യൂസ് ചെയ്ത്. അതെ, കാരണം അതുകൊണ്ട് തുറന്നിട്ട് കഴിഞ്ഞാൽ ടോട്ടൽ ഒരു സിംഗിൾ സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. 2 ബെഡ്റൂം അതിന് ഇതാണെങ്കിലും ഇതിനാണെങ്കിലും നമുക്ക് 1 സൈഡ് വെന്റിലേഷൻ പുറത്തേക്കേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് വെന്റിലേഷൻ ഉള്ള ഒരു ഏരിയയും കൂടിയാണ് ഈ കോർട്ട്യാർഡ് സ്പേസ് ആണ്. ഇത് ഫുൾ ഒരു ഡബിൾ ഹൈറ്റ്സ് കോർട്ട്യാർഡ് ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞ കോർട്ട്യാർഡ് സ്പേസ്. 2 റൂമൊന്നും ഒരേപോലെ ആക്സസ് ഉള്ള. ആ വോള് അത് ക്ലാഡിംഗ് സ്റ്റോൺ ആണ്. അതിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു ടൈപ്പ് ഓഫ് വൈറ്റ് കളർ ഡിസൈൻ വരുന്ന ക്ലാസിക് ഒരു പോസ്റ്റ് ലൈറ്റ് ഉണ്ട്. വാൾ ലൈറ്റ് അങ്ങനത്തെ ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് മേലെ. ദെൻ വാളില് ചെറിയ ഒരു ക്ലാസിക് ബീഡിംഗ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് 2 സൈഡിൽ. ഇവിടെ നല്ല ലൈറ്റ് മേളിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? മേലെ നമുക്ക് കംപ്ലീറ്റ് ലൈറ്റ് ഉണ്ട്. നാച്ചുറൽ ലൈറ്റ് കംപ്ലീറ്റ് ഇവിടെ മേലെ നിന്ന് നമുക്ക് പെർഗോളോസ് ഒക്കെ കൊടുത്തിട്ട് മേലെ നിന്ന് ലൈറ്റ് ഉണ്ട്. അപ്പൊ ആ ഒരു 2 ഇതിലേക്കുള്ള ഒരു നാച്ചുറൽ ലൈറ്റിന്റെ ഒരു ഏരിയ ആയിട്ടും ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനിപ്പുറത്താണ് നമ്മുടെ സംഭവബഹുലമായ മാസ്റ്റർ റൂം. ഓക്കെ, ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. സെയിം തീം, ഫ്രണ്ടിലേക്കുള്ള വ്യൂ കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. വലിയൊരു വിൻഡോ ആണ്. നേരെ നമുക്ക് ഗേറ്റിലേക്ക് ഉള്ള വ്യൂ ഉണ്ട് ഇവിടെ. ദെൻ വാർഡ്രോബ് സ്പേസ്, അതുപോലെ തന്നെ ഒരു വാക്കിംഗ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എക്സ്ക്ലൂസീവ്ലി ഒരു വാക്കിംഗ് വാർഡ്രോബ് ആണ്. ആവശ്യത്തിനുള്ള സ്റ്റോറേജ്. ദെൻ ഒരു ഫുൾ ഹൈറ്റ് മിറർ. ഇവിടെ നിന്നാണ് നമുക്ക് ടോയ്ലറ്റിലേക്കുള്ള ആക്സസ്. ഇവിടെ നിന്നാണ് നമ്മൾ മാക്സിമം വൈറ്റ് ആണ് എല്ലാ കബോർഡ്സിനും എല്ലാത്തിനും ഫോളോ ചെയ്തിട്ടുള്ളത്. ഒരു ബെഡ്റൂം കിച്ചൺ അടക്കം ഒരു ബെഡ്റൂമിൽ 2 ബെഡ്റൂമിലോ മറ്റാണ് വുഡിന്റെ ഇതിലേക്ക് ഷെയ്ഡിലേക്ക് പോയിട്ടുള്ളൂ. ഈ 2 ബെഡ്റൂമും ഒന്നിച്ചൊന്നായി വിത്ത് എ കോർട്ട്യാർഡ് സ്പേസ്. മുകളിലേക്ക് പോലെ ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞു. ഇനി ഒരു സ്റ്റെയർ ആണ് വരുന്നത്. അത് വീടിന്റെ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ ഫ്രണ്ടില് കണ്ട ഒരു ടൈൽ ഉണ്ടല്ലോ, ആ സെയിം ടൈലാണ്. 15mm ടൈലാണ് സ്റ്റെയറിനെ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസും CNC ഫിനിഷും ഒരു വൈറ്റ് കോംബോ ആയിട്ടുള്ള ഒരു ഫീച്ചർ ഇതാണ് ചെയ്തിട്ടുള്ളത്. നോർമലി ഫുൾ ഗ്ലാസ് അല്ലെങ്കിൽ അപ്പൊ അതിന്റെ കൂടെ നമ്മളൊരു ചെറിയൊരു ഫീച്ചർ. ഇത് പക്ക മെറ്റൽ അല്ലേ? മെറ്റലാണ്, കംപ്ലീറ്റ് മെറ്റലാണ്. താഴേക്കുള്ള കാഴ്ചകൾ കണ്ടിരിക്കും കേട്ടോ. താഴേക്ക് കാണാം ലിവിങ് സ്പേസ് അല്ലേ? അതെ, ഈ ഡബിൾ ഹൈറ്റ് ഏരിയയിൽ നമുക്ക് അത്രയും ഇതായിട്ട് നിൽക്കുന്ന ആ ഒരു വലിയ ജയന്റ് ഷാൻഡിലിയർ ലൈറ്റ്, ഒരു ആംബിയൻസ് ത്രൂ ഔട്ട് ആ തീമിൽ തന്നെയാണ്. ഗ്ലാസ് തീമിൽ തന്നെയാണ് പോയിട്ടുള്ളത്. താഴെ അതേ തീമിൽ തന്നെയാണ്. ഇതൊരു സ്റ്റഡി ഏരിയയാണ്. വൈറ്റ് തീമിൽ തന്നെ വൈറ്റ് വുഡ് തീമിൽ തന്നെ സ്റ്റോറേജ് യൂണിറ്റ് ഏരിയയാണ്. ഒരു ജിം 11x10 സൈസുള്ള ജിം ഏരിയയാണ്. 2 സൈഡിലും വളരെ ബേസിക് കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ജിം. നമ്മളത് ഒരു വാസ്റ്റ് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 സൈഡിലും ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഡബിൾ സ്പേസ് ആയിട്ട് തോന്നും. ഇനി ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന എത്ര ബെഡ്റൂം ആണ്? ഇവിടെ നമ്മൾ ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിന്റെ അതേ
പാറ്റേണിലുള്ള ഒരു ബെഡ്റൂം മേലെ, ഗസ്റ്റ് ബെഡ്റൂമിന്റെ അത് പാറ്റേണിലുള്ള ഒരു ബെഡ്റൂം മേലെ, അങ്ങനെ 2 ബെഡ്റൂമാണ്. ഓക്കെ ഓക്കെ. അതേസമയം ഒരു ബാൽക്കണി അവിടെ കൊടുത്തിട്ടുണ്ട്. അതെ അതെ അതെ. ചെറിയൊരു ബേ വിൻഡോ, ഒരു സിറ്റിംഗ് സ്പേസ്, ആ ഒരു കോർട്ട്യാർഡിലേക്കുള്ള വ്യൂവും ഒക്കെ ആയിട്ടുള്ള നമ്മൾ താഴെ കണ്ടിട്ടുള്ള 2 ബെഡ്റൂമിന്റെ ഇടയിലുള്ള ആ കോർട്ട്യാർഡ് സ്പേസിലേക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇനി കയറാൻ പോകുന്നത് കേട്ടോ. നമ്മൾ താഴെ കണ്ട അതേ ഫീച്ചേഴ്സ് തന്നെയാണ്. അതിലുള്ള വാളിലുള്ള ചെറിയ എലമെന്റ്സിനുള്ള വ്യത്യാസങ്ങളും ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ സ്റ്റോറേജ് ഒക്കെ സെയിം ടിപ്പിക്കലാണ്. താഴെയുള്ള അതേ തന്നെയാണ് കൊടുത്തിട്ടുള്ള. ഡിസൈൻസിലുള്ള ചെറിയ ചെറിയ എലമെന്റ്സ് വ്യത്യാസങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് നമ്മൾ താഴെ അവിടെ ആ ഒരു വിൻഡോ കണ്ടല്ലോ. ഓക്കെ ഓക്കെ. ഒരു പോർഷൻ ചെയ്തു. ഒരു വലിയ നടുമുറ്റ സ്പേസ് തന്നെയാണ് ഈ കോർട്ട്യാർഡ്. അത് നമുക്ക് 3 ബെഡ്റൂമിൽ നിന്നും അങ്ങോട്ടേക്ക് ആക്സസ് ഉണ്ട്. 3 ഇപ്പൊ ഒരു ബാൽക്കണി വ്യൂ ആയി. ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണി എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയി. ഇവിടെ ഒരു സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് മെർജ് ചെയ്തിട്ട് നമ്മുടെ വാർഡ്രോബ് സ്പേസ് ആയിട്ട് വന്നിരിക്കുന്നത്. അങ്ങോട്ടേക്ക് നമ്മുടെ ഡ്രസ്സിംഗ് റൂം സെപ്പറേറ്റ് ആയിട്ട് താഴെ കൊടുത്താൽ അതേപോലെ തന്നെ വന്നിരിക്കുകയാണ്. അവിടെ തന്നെയാണ് നമ്മുടെ വാഷ്റൂമും വരുന്നത് അല്ലേ? അത് അതേ സ്ട്രക്ചർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. എല്ലാം എയർ കണ്ടീഷൻഡ് മുറികളും ഹാളുകളൊക്കെയാണ്. എല്ലാ ഏരിയയും എയർ കണ്ടീഷൻ. സെൻട്രലൈസേഷൻ ചെയ്തിട്ടുണ്ട് ചില ഭാഗങ്ങൾ. സെൻട്രലൈസേഷൻ അല്ല, അത് ഡക്റ്റബിൾ എ സി ആണ്. സെൻട്രലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് ഹൈറ്റ് കൂടുതൽ വെക്കണം. അത് ഡക്റ്റബിൾ എ സി ആണ്. അത് ആ ഗ്രില്ല് മാത്രമേ കാണുള്ളൂ. ഡക്റ്റ് നമ്മൾ അപ്പുറത്ത് ഇരിക്കുന്നു. ഓ അത് ശരി. ഓക്കെ ഓക്കെ. സുമയ്യ പറയൂ, ലാസ്റ്റ് പാർട്ടുകളുടെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് ഏരിയ ആണ്. ഇവിടെ ജസ്റ്റ് അധികം ഡിസൈൻ എലിമെന്റ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അധികം ഫർണിച്ചറും വേണ്ടി വന്നില്ല. അതെ. ഈ സിറ്റിംഗ് സ്പേസ് അല്ലെങ്കിൽ ലിവിംഗ് സ്പേസ് എന്ന് പറഞ്ഞ ഏരിയ കുറെ ഉണ്ട് ഈ വീട്ടില്. താഴെ 2 എണ്ണം, മുകളിൽ ഇതാ 1 എണ്ണം, പിന്നെ അൺഒഫീഷ്യൽ ആയിട്ട് പല ഇരിപ്പിടങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അതെ. അവർ നാട്ടിൽ വരുന്ന സമയത്ത് അവരെല്ലാവരും കൂടെ വരുന്നത്. അപ്പം കുറെ സ്പേസസ് അങ്ങനെ അവർ യൂസ് ചെയ്യും. ഓക്കെ. അതിന് വേണ്ടിട്ടാണ്. അതെ. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലത്തെ സെക്കൻഡ് ബെഡ്റൂം ആണ്. നമ്മൾ താഴെ കണ്ടിട്ടുള്ള അതേ ബെഡ്റൂമിന്റെ സ്ട്രക്ചർ തന്നെയാണ് വരുന്നത്. അത് സെയിം സൈസ് ആണ്. ഡിസൈനും സെയിം താഴെയുള്ള അതേ സ്റ്റൈലിൽ തന്നെ ചെയ്തേക്കുന്നത്. വളരെ മിനിമൽ ആയിട്ടും എലഗന്റ് ആയിട്ടും അതേ സ്റ്റൈൽ തന്നെ. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. എനിക്ക് വാളിലെ കുറച്ച് ഡെക്കോർ ഐറ്റംസിൽ മാത്രമേ ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുള്ളൂ അല്ലേ? സെയിം ഷെയ്ഡ് തന്നെയാണ്. ഓക്കെ. അപ്പം ഈ ഷിയർ കട്ടൺ നല്ല ലൈറ്റ് ഉള്ള സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ലൈറ്റിങ്ങിന് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ലൈറ്റ്, സൺലൈറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, എന്നാൽ സഫിഷ്യന്റ് ലൈറ്റിംഗും. ഓക്കെ. അപ്പം 5 ബെഡ്റൂമാണ് ഈ വീട്ടിൽ മൊത്തം കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. മുകളിലത്തെ ബെഡ്റൂം ഒക്കെ ഓൾമോസ്റ്റ് സെയിം സെറ്റപ്പിൽ തന്നെ വന്നിരിക്കുന്നു. അറ്റാച്ച്ഡ് ആയിട്ടാണ് എല്ലാ ബാത്റൂംസും ചെയ്തിരിക്കുന്നത്. ചില ബെഡ്റൂമുകളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് റൂമുകളും കൊടുത്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂം എല്ലാം സെപ്പറേറ്റ് ഡ്രസ്സിംഗ് വാർഡ്രോബ് സ്പേസ് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇനി വീട്ടിലൊരു ബാൽക്കണി കാണാൻ കേട്ടോ. വലിയൊരു ബാൽക്കണി, ഫ്രണ്ട് സൈഡിൽ തന്നെ കാണാനുള്ള ഒരു വലിയ ബാൽക്കണി. ഇത്രയും നേരം ബെഡ്റൂമുകളും ഹാളൊക്കെ അല്ലേ കണ്ടേ? വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലം കാണിച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ച ചെറിയ ബാൽക്കണിയാണ്. പക്ഷെ ഡ്രോൺ ഷോട്ടിൽ നോക്കിയപ്പോൾ ഇത് ചില്ലറ സ്ഥലമല്ല. പാറ്റേൺ വൈറ്റ് ആൻഡ് ബ്ലാക്കിന്റെ ഒരു പാറ്റേൺ ടൈലും കേട്ടൊരു വലിയൊരു ബാൽക്കണി, ഒരു ലൂപ്പിൽ പെട്ട പോലെ തോന്നും താഴോട്ട് നോക്കുമ്പോൾ അല്ലേ? അങ്ങനെ ഡിസൈനിലാണ് ടൈല് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ലൈറ്റ് എലമെന്റ് ഒക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള അതേ പാറ്റേൺ തന്നെ. കംഫർട്ട് സീലിംഗും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയാണെങ്കിലും എല്ലാം കംഫർട്ട് സീലിംഗ് തന്നെ വൈറ്റ് കളേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ പോർഷനാണ് വീടിന്റെ സെന്റർ എന്ന് പറയുന്നത്. ആ പോർഷനിലാണ് നമ്മളിങ്ങനെ ഒരു ഗ്ലാസിന്റെ ഗ്രില്ലില്ലാതെ ഗ്ലാസ് മാത്രമായിട്ടുള്ള ഒരു എലമെന്റ് കൊടുത്തിരിക്കുന്നത്. അത് സേഫ്റ്റി പർപ്പസ് ഒക്കെ നോക്കിയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്. അതുപോലെ ഈ ക്യാപിറ്റൽ കണ്ടോ? ഈ വീടിന്റെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പാർട്ട് ആയിരുന്നു പറഞ്ഞ ഇതാണല്ലേ? ഈ ഒരു ഭാഗം ഉണ്ടാക്കിയെടുക്കാനാണ്. ഈ സൈസ് നമുക്ക് കിട്ടാത്തൊരു പാടാണ്. മോൾഡുകൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മോൾഡ് 3D ഡിസൈൻ ചെയ്ത് അതിലേക്ക് മോൾഡ് ഉണ്ടാക്കിയിട്ട് അടിച്ചെടുത്തതാണ്. ഓക്കെ ഓക്കെ. അത്ര മെനക്കെട്ടല്ലേ? അപ്പം ഇതാണ് വീടിന്റെ ബാൽക്കണി. ഇവിടെയുള്ള ഹാൻഡ് റെയില് കാണുമ്പോൾ കാസ്റ്റ് ആൻഡ് ഫീൽ ഉണ്ടെങ്കിലും കാസ്റ്റ് ആൻഡ് അല്ല. ഇത് നമ്മൾ GI അതായത് നമ്മുടെ GP MS-ലുള്ള സാധാരണ ഇരുമ്പ് തന്നെ ആ ഒരു ഷേപ്പിൽ ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. കാസ്റ്റ് ആൻഡ് ആണ് നോർമലി ഇങ്ങനത്തെ ഇത് വരിക. കോസ്റ്റ്ലി ആണ് കുറച്ചുകൂടെ. നമ്മൾ ഗേറ്റ് ചെയ്തിട്ടുള്ള കാസ്റ്റ് ആണ് കംപ്ലീറ്റ്. ഇത് നമ്മൾ ആ ഒരു ഡിസൈനിൽ CNC കട്ട് ചെയ്തിട്ടൊക്കെ ചെയ്തെടുത്തതാണ്. അപ്പം ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് 2 പേരെയും കൂടെ പരിചയപ്പെടാറുണ്ട്. 2 റഫീഖുമാരുണ്ട് നമുക്കിവിടെ. ഹായ്. റഫീഖ്. മുഹമ്മദ് റഫീഖ്. യെസ്, ഐ ആം ഓൾസോ മുഹമ്മദ് റഫീഖ്. വെറും റഫീഖ് അല്ല, മുഹമ്മദ് റഫീഖ്. ഓക്കെ. ഈ വീടിന്റെ സ്ട്രക്ചറൽ കൺസൾട്ടന്റ് ആണ്, പിന്നെ സിവിൽ കോൺട്രാക്ടർ ആണ്. പിന്നെ റഫീഖ ഈ വീടിന്റെ ഇന്റീരിയർ കോൺട്രാക്ടർ ആണ്. ഓക്കെ ഓക്കെ. പിന്നെ
വേറെ എന്തൊക്കെയുണ്ടല്ലോ വിശേഷങ്ങൾ? പ്രൊജക്ട് മാനേജ്മെന്റ് പ്രൊജക്ട് മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്. പ്രോജക്റ്റിന്റെ മാനേജ്മെന്റ് കസ്റ്റമർ റിലേഷൻ ഒക്കെ നോക്കുന്നത് റഫീഖ്. ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളതിന്റെ ഡിസൈൻ കൺസൾട്ടിംഗ് വിങ് നമ്മുടെ സുമയ സോല ആർക്കിടെക്ട്സ് ആണ്. ഇത് മാസ്റ്റർ ബിൽഡേഴ്സ്. മാസ്റ്റർ ബിൽഡേഴ്സ് ഇതിന്റെ പേര്. കമ്പനിയുടെ പേര് മാസ്റ്റർ ബിൽഡേഴ്സ്. പുള്ളി സ്ട്രക്ചർ ഡിസൈനർ ആണ്, ചാർട്ടേഡ് എഞ്ചിനീയർ ആണ്. സോ അതിന്റെ കൺസ്ട്രക്ഷൻ പാർട്ടും ഓക്കെ ഓക്കെ. ഒരു ഇന്റീരിയറിന്റെ പാർട്ട് പുള്ളിയാണ്. ഇന്റീരിയറിന്റെ പാർട്ടും ഇന്റീരിയർ മനോഹരമായി ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സ്ട്രക്ചറിനകത്ത് സ്ട്രക്ചർ ആണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സാധനം പുറത്ത് നോക്കുമ്പോൾ. അപ്പൊ അതിനകത്ത് കുറച്ച് ചലഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഈ പില്ലറിന്റെ മുകളിലുള്ള ഡിസൈൻ ഒക്കെ അത് സ്ട്രക്ചറിൽ ശരിക്കും നമ്മൾ ഇതിൽ ചെയ്തത് പിന്നെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഫുള്ളി ഫ്രെയിംഡ് സ്ട്രക്ചർ ആയിട്ടാണ്. സൂപ്പർ സ്ട്രക്ചർ നമ്മൾ കോമ്പോസിറ്റ് സ്ട്രക്ചറാണ്. പക്ഷേ അതിലൊന്നതിനേക്കാൾ ചലഞ്ചസ് ഉണ്ടായിരുന്നത് വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് എലമെന്റുകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പില്ലർ ഹെഡൊക്കെ വളരെ ചലഞ്ചിങ് ആയിരുന്നു. കസ്റ്റമൈസേഷൻ ആയിട്ട് 3D മോഡലിംഗ് വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. കുറച്ച് കോസ്റ്റ്ലി. ആ മോൾഡിന് തന്നെ കുറച്ച് അതിനായിട്ട് കസ്റ്റമൈസ്ഡ് മോൾഡ് ചെയ്യേണ്ടി വന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ ഇന്റീരിയർ അല്ലേ? ഇന്റീരിയറിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ വേണ്ടിയിരുന്ന അല്ലെ കസ്റ്റമറുടെ ശരിക്കും ആവശ്യം എന്തെന്ന് പറയുന്നതായിരുന്നു? കസ്റ്റമറുടെ ആവശ്യം മെയിനായിട്ട് ഡിസൈനറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സാലിയോട് മറ്റേ ആർക്കിടെക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് തീമിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. ഫിനിഷിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ്. യെസ് ഫിനിഷിംഗ് ഓരോ ലുക്ക് ആൻഡ് കോർണേഴ്സും വളരെ ഇതായിട്ട്. പിന്നെ നമുക്കൊരു നമ്മളിതെല്ലാം ഫാക്ടറി മെയ്ഡാണ്. നമുക്ക് ഫാക്ടറി ഉണ്ട് ഇവിടെ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെല്ലാം ചെയ്ത് ഇവിടുന്ന് ഫിറ്റിംഗ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും. യെസ് യെസ്. അപ്പം ഇതാണ് വീടിന്റെ ഒരു ഓവറോൾ ലുക്ക്. നമ്മുടെ ഫേമിന്റെ പേരെന്താണ്? ഐഡിയൽ ഇന്റീരിയർ സൊല്യൂഷൻ. ഐഡിയൽ ഇന്റീരിയർ സൊല്യൂഷൻസ്. പിന്നെ നമ്മുടെ മാസ്റ്റർ ബിൽഡേഴ്സ്. പിന്നെ സുമയ സാലി ആർക്കിടെക്ട്സ്. അങ്ങനെ ഈ 3 കൂട്ടരുടെയും കൂട്ടായ സംഭാവനയാണ് ഈ വീട് ഇങ്ങനെ ആക്കിയെടുത്തിരിക്കുന്നത്. ഓക്കെ, എനിവേ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇവരുടെയൊക്കെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പുതിയൊരു അടിപൊളി എപ്പിസോഡോടെ നമ്മൾ വീണ്ടും വരാം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നത് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒരു ബൈ പറഞ്ഞേരെ. ബൈ.